ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തായാലും വരാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഈ ചാറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. ചോദ്യം ഇങ്ങനെ ആയിരിക്കും വരിക. നിങ്ങൾ കുഞ്ഞിച്ചിരുത്തിയാന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ കുഞ്ഞിച്ചിരുത്ത നിങ്ങളായ കുഞ്ഞിച്ചിരുത്തിയും നിങ്ങളുടെ കസിൻ അല്ലെ നിങ്ങളുടെ ഫ്രണ്ട് ആയ ആരെങ്കിലും തമ്മിലുള്ള ഒരു ചാറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡയലോഗ് അവർ തരും, പിന്നുള്ളത് നിങ്ങളിങ്ങനെ ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്ക് കിട്ടണം, ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എനിക്ക് ചോദ്യം വരിക, കുഞ്ചിരിത്ത ഇസ് വെരി ഹാപ്പി അറ്റ് എ ന്യൂ സ്കൂൾ ഇൻ ന്യൂജേഴ്സി ഭയങ്കര ഹാപ്പിയാണ്. ഷീ ഗോട്ട് മെനി ഫ്രണ്ട്സ് ഫ്രം ഡിഫറെൻറ്റ് കൺട്രീസ്. ഷീ ഈസ് ചാറ്റിംഗ് വിത്ത് ഹർ കസിൻ മിനിക്കുട്ടി ഹു ലിവ്സ് ഇൻ കേരളത്തിലുള്ള മിനിക്കുട്ടി എന്ന് പറഞ്ഞാൽ കസിനായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അബൌട്ട് എ ന്യൂ സ്കൂൾ ആൻഡ് ഫ്രണ്ട്സ്. സ്കൂളിനെ പറ്റിയും പുതിയ സ്കൂളിനെ പറ്റിയും പുതിയ ഫ്രണ്ട്സിനെ പറ്റിയും ചാറ്റ് ചെയ്യാണ്. കംപ്ലീറ്റ് ദ ചാറ്റ്. റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ചസ്. 5 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മെസ്സേജ് അയച്ചാൽ അതൊരു എക്സ്ചേഞ്ച് ആണ്. പിന്നെയും 2 അയച്ചു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ എക്സ്ചേഞ്ച് ആണ്. പിന്നെയും 2 അയച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ എക്സ്ചേഞ്ച്. അങ്ങനെ 5 ഉണ്ടാക്കാനാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 5. ദാറ്റ് ഈസ് ടോട്ടൽ എത്ര ഉണ്ടാവും? ടോട്ടൽ എത്ര ചാറ്റുകൾ ഉണ്ടാവും? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് 10 ഉണ്ടാവും അല്ലേ? 5 × 2 ആണ് വരിക. അപ്പോൾ 10 ലൈൻസ് എഴുതണം അല്ലേ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതുക? അപ്പോൾ ഒരെണ്ണം അവർ കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിച്ചിരുത്ത പറയുന്നു, ഫോണിലെ ചാറ്റാണ് കേട്ടോ. അപ്പം ഹായ് മിനിക്കുട്ടി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. വാട്സപ്പ് വേണമെങ്കിൽ ഒരു സ്മൈലി ഇമോജിയും കൂടെ ഇടാം അല്ലേ? നമ്മളങ്ങനെ ചെയ്യാറില്ല. വാട്സപ്പ് എന്തൊക്കെയുണ്ട് വിശേഷം? മിനിക്കുട്ടി എന്തായിരിക്കും പറയുക? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിക്കാം. അതിന് കൃത്യമായിട്ട് ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ എങ്ങനെയായിരിക്കും ഏകദേശം എഴുതേണ്ടതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കുഞ്ഞിച്ചിരുത്ത പറയുന്നു ഹായ് മിനിക്കുട്ടി, വാട്സാപ്പ് ഒരു സ്മൈലി ഇമോജി ഇടുന്നു. മിനിക്കുട്ടി തിരിച്ചു പറയുന്നു ഹായ് കുഞ്ഞിച്ചിരുത്ത എന്നല്ലേ പറയാം. ഐ എം ഫൈൻ. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നു വാട്സപ്പ് ഐ എം ഫൈൻ. തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു ഹൗ ഇസ് യുവർ ന്യൂ സ്കൂൾ. അപ്പോൾ കുഞ്ഞിച്ചിരുത്ത സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം പറയുക. എന്താണ്? ഇറ്റ് ഈസ് വെരി ഗുഡ്. സ്കൂൾ ഭയങ്കര നല്ലതാണ്. മൈ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് ആർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അത് ആ ചാപ്റ്ററിൽ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാവരും നല്ല ഹെൽപ്ഫുൾ ആണ്. മിനിക്കുട്ടി അപ്പോൾ ചോദിക്കുന്നു ഹാവ് യു മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ നിനക്ക്? കുഞ്ഞിച്ചിരുത്ത പറയുന്നു യെസ് ഐ ഹാവ് ഫ്രണ്ട്സ് ഫ്രം മെനി കൺട്രീസ്. കുറേ കൺട്രീസ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. മിനിക്കുട്ടി പറയുന്നു ഹൂ ഇസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ്. കുഞ്ഞിച്ചിരുത്ത പറയുന്നു ആന്റോണറ്റ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ അറിയാം ആന്റോണറ്റ് ആണെന്ന് അല്ലേ? ഫ്രം ഫ്രാൻസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നു. മിനിക്കുട്ടി തിരിച്ചു ചോദിക്കുന്നു ക്യാൻ യുവർ ഫ്രണ്ട്സ് പ്രൊനൗൺസ് യുവർ നെയിം കറക്റ്റ്ലി. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ചാറ്റിൽ ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച കുറേ ഡീറ്റെയിൽസ് ഇല്ലേ, അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കാൻ ഏറ്റവും അടിപൊളി. നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച മെയിൻ കാര്യം എന്തായിരുന്നു? എല്ലാവർക്കും കുഞ്ഞിച്ചിരുത്തയുടെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൽ അല്ലേ? അപ്പോൾ അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ കുഞ്ഞിച്ചിരുത്ത എന്താണ് മിനിക്കുട്ടി ചോദിക്കുന്നു ക്യാൻ യുവർ ഫ്രണ്ട്സ് പ്രൊനൗൺസ് യുവർ നെയിം കറക്റ്റ്ലി. അപ്പോൾ കുഞ്ഞിച്ചിരുത്ത പറയുന്നതാണ് ഇല്ല, സം ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ബട്ട് ആന്റോണറ്റ് ക്യാൻ സേ ഇറ്റ് ഫെയർലി വെൽ. ആന്റോണറ്റ് അത്യാവശ്യം സാമാന്യം വൃത്തിക്ക് പറയാൻ പറ്റുന്നുണ്ട്. മിനിക്കുട്ടി പറയുകയാണ് ദാറ്റ് ഈസ് വണ്ടർഫുൾ. നല്ല കാര്യം. ഡു യു ലൈക്ക് ന്യൂജേഴ്സി. നിനക്ക് ന്യൂജേഴ്സി ഇഷ്ടമുണ്ടോ? കുഞ്ഞിച്ചിരുത്ത പറയുകയാണ് യെസ് ഐ ഡു ബട്ട് ഐ മിസ് കേരള ആൻഡ് ഓൾ ഓഫ് യു. ഇത്ര മതി. അപ്പോൾ എത്ര എക്സ്ചേഞ്ച് ആയി? ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരെണ്ണമായി 2, 3, 4, 5 അല്ലേ? മതി, ധാരാളമാണ്. 5 എക്സ്ചേഞ്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ കൊടുക്കാം. മിനിക്കുട്ടി ഒരെണ്ണം കൂടെ തിരിച്ച് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് കാണാം. വി വിൽ മീറ്റ് വെൻ യു ആർ ബാക്ക് ഇൻ കേരള നെക്സ്റ്റ് ടൈം എന്ന് കൂടെ പറഞ്ഞാൽ 6 എക്സ്ചേഞ്ച് ആയി. അപ്പം ഇത് ഇതേപോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാം. ഇത് കോൺവെർസേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ചാറ്റ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുക, ഒരാളിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആക്കുക. മനസ്സിലെ ഹാവ് യു മെയ്ഡ് ന്യൂ ഫ്രണ്ട്സ്, വാട്ട് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്, ക്യാൻ യുവർ ഫ്രണ്ട്സ് പ്രൊനൗൺസ് യുവർ നെയിം കറക്റ്റ്ലി എന്ന് ഒരാൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ ഉത്തരം വരുന്ന പോലെ ആക്കുകയാണെങ്കിൽ ഇത് എഴുതാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ 2 ആൾക്കാർ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ എഴുതാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഒരാൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രിഫറബിളി പറ്റുമെങ്കിൽ ചാപ്റ്റർ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കണേ. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഈ ചാറ്റ് എന്ത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമുക്കൊരു ചോദ്യം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. വില്യം ബ്രോട്ട് ഇലക്ട്രിസിറ്റി ടു ഹിസ് വില്ലേജ്. ഇതുപോലെ ചോദ്യമൊക്കെ പരീക്ഷയിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്. നൗ ദ വില്ലേജസ് ക്യാൻ യൂസ് മൊബൈൽ ഫോൺസ്, TV, ഇൻ്റർനെറ്റ് എക്സെട്ര. അങ്ങനെ വിചാരിക്കാം. വില്യം ഫീൽസ് വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. വില്യംസ് ഫ്രണ്ട് റയാൻ ഹു ലിവ്സ് ഇൻ ദ സിറ്റി മേക്സ് എ ചാറ്റ് വിത്ത് ഹിം. അപ്പം വില്യമും റയാനും തമ്മിലുള്ള ചാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 5 എക്സ്ചേഞ്ച് ഇങ്ങനെ എഴുതണം. പരീക്ഷ ചിലപ്പോൾ ഒരു ഡയലോഗ് തരും. റയാൻ പറയുന്നു ഹേ വില്യം ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. വില്യം പറയുന്നു ഹേ റയാൻ ഐ ആം സോ ഹാപ്പി. ഇനി വീണ്ടും റയാൻ എന്തെങ്കിലും ചോദിക്കും. എന്തായിരിക്കും ചോദിക്കുക? നമുക്ക് എഴുതി നോക്കാം. റയാൻ ചോദിക്കുന്നു വൈ ആർ യു സോ ഹാപ്പി. എന്തിനാ അത്ര ഹാപ്പി?
വില്യം പറയാണ് മൈ വിൻ മിൽ ഹാസ് ബ്രോഡ് ഇലക്ട്രിസിറ്റി ടു മൈ വില്ലേജ്. അപ്പോൾ വെറുതെ എന്തെങ്കിലും എഴുതി വെക്കരുത്. ഇവർ പറയുന്നുണ്ട് അല്ലേ, ആ വില്ലേജിൽ ഇലക്ട്രിസിറ്റി വില്യം കൊണ്ടുവന്ന കാര്യമൊക്കെയാണ് ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ പട്ടീനെയും പൂച്ചേനെ പറ്റിയിട്ടൊന്നല്ല സംസാരിക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ റയാൻ പറയണം ഹൗ ഡിഡ് യു ബിൽഡ് ദ വിൻ മിൽ. അപ്പോൾ വില്യം പറയുകയാണ് ഐ യൂസ് ഓൾ തിങ്സ് ഫ്രം ദി ജങ്ക് യാർഡ്. അപ്പോൾ അങ്ങനെ പോകുന്നു. അതിൽ അവസാനം എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് വണ്ടർഫുൾ, ഐ എം പ്രൗഡ് ഓഫ് യു. അപ്പോൾ വില്യം പറയും താങ്ക് യു റയാൻ. ഇത്രയേ ഉള്ളൂ പരിപാടി, മനസ്സിലായി. അപ്പോൾ ഇത് ഇടയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം വായിച്ചു നോക്കുക, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം വായിച്ചു നോക്കുക. അത് ഇതേപോലെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് എഴുതുക. ആകെയുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാക്സിമം, ആ കഥയിലുള്ള കാര്യങ്ങൾ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വേണം ചോദ്യം ചോദിക്കുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാം. ഹലോ വില്യം, ഹായ് എന്നൊക്കെ പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം. അവസാനം താങ്ക് യു റയാൻ എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം. ഇത് കൂടാതെ നിങ്ങൾക്ക് അവസാനം പരീക്ഷയിൽ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വേണ്ട സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്മൈലേക്ക് ഇട്ട് വെക്കാം. ഇനി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി സ്മൈൽ ഇടാം, സാഡ് ആണെങ്കിൽ സാഡ് സ്മൈൽ ഇട്ട് വെക്കാം. ചാറ്റ് ആണല്ലോ ഇത്, ഫോൺ ചാറ്റ് അല്ലേ, അപ്പോൾ സ്മൈലിയൊക്കെ ഉപയോഗിക്കാം. അതല്ലാത്ത സ്മൈലീസ് ഒക്കെ വേണം നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതിനൊന്നും നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, എക്സ്ട്രാ ടീച്ചർ അതൊന്നും നോക്കാൻ പോകുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വേണം അതൊക്കെ ചേർക്കാവുന്നതാണ്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയാണ് പരീക്ഷയിൽ പ്രിപ്പയർ എ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉത്തരം പറയാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ എനിക്ക് നന്നായിട്ടുണ്ട്. ആ പ്രതീക്ഷ സത്യം തന്നെയാണ്, നിങ്ങൾ ചെയ്തോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുക. അലക്സ് സാറിനെ പ്രൗഡ് ആക്കണം പരീക്ഷയിൽ നല്ല ആൻസറൊക്കെ എഴുതിയിട്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓൾസോ എക്സാമിനറിൻ്റെ 6ാം ക്ലാസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് എല്ലാ ക്ലാസ്സും അടിപൊളിയായിട്ട് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ലൈവായി പഠിക്കണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്. താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് സൂപ്പറായിട്ട് പഠിക്കുക. നമുക്ക് ബാച്ചിലും ഞാനും അലൻ സാറും അർച്ചനാസും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് സൂപ്പറായിട്ട് എന്ത് ചെയ്യാം, മുന്നോട്ട് പഠിച്ചു പോകാം. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്.